ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് സാരി എങ്ങനെയാണ് ഡ്രേപ്പ് ചെയ്യുന്നതാണ് കാണിച്ചിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സാരി റീപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഫസ്റ്റ് നമ്മൾ സാരി പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് റഫ് ആയിട്ടൊന്ന് എടുത്തു നോക്കണം. ഇതുപോലെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പല്ലുവിലേക്ക് എത്രയാണ് പ്ലീറ്റ് വേണ്ടത്, അതുപോലെ തന്നെ അതിന്റെ ലെങ്ത് എത്ര വേണം എന്നുള്ളതും താഴത്തേക്കുള്ള പ്ലീറ്റ് എത്ര വേണം എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു ലെങ്ത് നമ്മൾ പല്ലുവിലേക്കുള്ള ലെങ്ത് കണക്കാക്കിയിട്ട് ആ ഒരു ഭാഗത്തൊരു പിന്ന് ചെയ്ത് കൊടുക്കുക. ഒരൊറ്റ പ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെ പിന്ന് ചെയ്ത് കൊടുത്താലും മതി. പിന്നീട് നമ്മൾ ആ ഒരു ഞെറിയൊക്കെ എടുക്കുമ്പോൾ അയൺ ചെയ്യണ സമയത്ത് എല്ലാ ഭാഗവും ഒന്നിച്ച് കുത്തി പിന്ന് ചെയ്താൽ മതി. ഇപ്പൊ ജസ്റ്റ് ഇതാ ഒരൊറ്റ പ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് നമ്മൾ സാരി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരുന്ന സമയത്ത് താഴത്തേക്കുള്ള ഞെറി എത്ര വേണ്ടെന്നുള്ളത് അതും കൂടി ഒരു പിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് ഭാഗം ഒന്ന് കുത്തി കൊടുത്ത ശേഷം ഇങ്ങനെ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് പിന്നെ നമ്മൾ താഴത്തേക്കുള്ള ഞെറി വരുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എത്ര ഞെറിയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് രണ്ട് ഭാഗത്തും പിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നമ്മൾ പിന്നീട് കുത്തുമല്ലോ, ആ ഒരു ഭാഗത്ത് ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളൊരു ഞെറി എടുത്ത ശേഷം ബാക്കിയുള്ള ഭാഗത്തുനിന്ന് 1 ഇഞ്ച് നമ്മൾ വിട്ട ശേഷം മാത്രം പിൻ ചെയ്ത് കൊടുക്കുക. അതാ ഈ ഒരു ഭാഗം നമുക്ക് ഉൾഭാഗത്തേക്ക് ഒന്ന് വലിച്ചു കുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ആ സൈഡിലേക്ക് 1 ഇഞ്ച് നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് തന്നെ അളന്നിട്ട് ആ ഭാഗം ഒന്ന് വിട്ടിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള ആ സെന്റർ പോർഷൻ മാത്രമാണ് നമ്മൾ പ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ രണ്ട് സൈഡും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പൊ ഞാനിതാ ഇതുപോലെ നമ്മുടെ ആ മുന്താണിന്റെ ഭാഗം ഒന്ന് പ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ഞെറി വേണ്ടവർക്ക് അങ്ങനെ ചെറുതായിട്ട് എടുക്കാം. ഞാൻ ഒരു 6-7 ഞെറിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഞെറി ഉണ്ടായാലേ എനിക്ക് ഉടുക്കുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞെറിയൊക്കെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അയൺ ബോക്സ് ഒരു മീഡിയം ഹീറ്റിലാക്കി വെക്കണം. ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ ക്ലിപ്പ് ആണെങ്കിലും മതി. ഇതിപ്പോ നമ്മൾ തലയിലൊക്കെ കുത്തി കൊടുക്കുന്ന ക്ലിപ്പാണ്. ജസ്റ്റ് കുറച്ച് വലിയ ക്ലിപ്പ് തന്നെ വേണം ആ ഒരു ടേബിളിലേക്ക് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് വലിയ ടൈപ്പിലുള്ള ക്ലിപ്പ് എടുത്തെന്ന് മാത്രം. നിങ്ങളുടെ കയ്യിൽ ഈ സാരിക്ക് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്ലിപ്പ് ഇത് മാറ്റി വെച്ചാലും മതി. ഇല്ലെങ്കിൽ നമ്മൾ അയലിലൊക്കെ കുത്തി കൊടുക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അതാണെങ്കിലും മതി. ആ ഒരു ക്ലിപ്പ് നമ്മൾ ആ ടേബിളിന്റെ അറ്റത്താക്കിയിട്ടൊന്ന് നമ്മുടെ ആ ഒരു ഞെറി ചെയ്ത ഭാഗം പിൻ ചെയ്ത ഭാഗത്തിന് വെച്ച് കുത്തി കൊടുത്തിട്ട് ഈ ഒരു രീതിക്ക് ഓരോ ഭാഗവും ഉൾഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുത്ത് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ കൈ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ആക്കി കൊടുക്കുമ്പോൾ ആ പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് വന്നോളും. കാരണം നമ്മൾ ഓൾറെഡി അവിടെ പിൻ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ആ പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് താഴത്തേക്ക് വരാൻ വേണ്ടി രണ്ട് സൈഡിൽ നിന്ന് അതുപോലെ ഇങ്ങനെ ലെയേഴ്സ് ആക്കി എടുത്താൽ തന്നെ നമുക്ക് കറക്റ്റ് ആ പ്ലേറ്റ് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ കുത്തി കൊടുക്കേണ്ട ഭാഗത്തു നിന്ന് പുറമേ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പ്ലേറ്റ് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അയൺ ചെയ്യണ സമയത്ത് അതങ്ങനെ കറക്റ്റ് പതിഞ്ഞു പോകും. പിന്നെ നമ്മൾ കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ സാരിയൊക്കെ ഉടുക്കുമ്പോൾ ആ പ്ലേറ്റ് പുറത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കുക. അതുപോലെ ഇങ്ങനെ ആദ്യം ആ ഞെറിയൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം അയൺ ബോക്സ് വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മള് മുന്താണിക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിരുന്നു. ആ ഭാഗം വരെ നമ്മൾ ഇതുപോലെ ഈ ഒരു കാണിക്കുന്ന മെത്തേഡ് പോലെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ആ ഒരു ലെയേഴ്സ് കറക്റ്റ് ആക്കി എടുത്തിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്താൽ തന്നെ പിന്നീട് അത് വിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരില്ല. ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ആ ഒരു മുന്താണിന്റെ ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് നന്നായി പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇനി സാരി എങ്ങനെയാണ് ഉടുക്കുന്നത് പോലും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ്.
അതുപോലെ തന്നെ ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കമന്റ് ബോക്സിൽ പറയണേ. എന്നാലേ എനിക്ക് ഇനി വീഡിയോസ് ഇടുമ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് പിന്നീട് അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരില്ല. അപ്പൊ നമുക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് ഈസി ആയിട്ട് ആവും. കാരണം ഇതൊക്കെ പ്ലീറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ സാരി എടുക്കുക. ആ ഒരു സമയത്ത് ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് ഒക്കെ ഒരുപാട് സമയം നഷ്ടമാണ്, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്. അതിന് നമ്മൾ രാത്രിയൊക്കെ ഒന്ന് പ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ പിൻ ചെയ്ത ഭാഗം വരെ അതുപോലെ ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇരട്ട ലെയറിലാണ് ആ പിൻ ചെയ്ത് കൊടുത്തിരുന്നത് മുന്താണിന്റെ ഭാഗത്ത്. ഇനി നമ്മൾ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം അയൺ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ മുന്താണി കഴിഞ്ഞിട്ട് ആ ഒരു ചെസ്റ്റ് പോർഷൻ വരുന്ന ഭാഗത്ത് ഒന്നിങ്ങനെ പരന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു സാരി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്ലീറ്റ്സ് ഒക്കെ കുറച്ചൊന്ന് പരത്തി കൊടുത്തിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ പ്ലീറ്റ് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് അവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് അങ്ങനെ പരന്നു നിൽക്കും. നമ്മൾ ഇതുവരെ എല്ലാതും ഒരേ രീതിയിൽ വെച്ചിട്ടാണ് അയൺ ചെയ്തത്. പക്ഷെ ഈ പിൻ ചെയ്തിട്ട് ഏകദേശം കുറച്ച് പോർഷനിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് വേണം അയൺ ചെയ്ത് കൊടുക്കാന്. ഇപ്പൊ പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ നമ്മൾ ഉടുക്കണ സമയത്ത് ആ ഒരു ചെസ്റ്റ് പോർഷനിൽ കറക്റ്റ് നല്ല പ്രസ്സായിട്ട് ആ സാരി ഒന്ന് നമ്മൾ ഉടുത്തു കഴിഞ്ഞ് പിന്നീട് അത് തെന്നി മാറി പോകുന്ന ഒരു പേടിയും വേണ്ട. കാരണം നിങ്ങൾ ഈ സാരി ഉടുക്കുമ്പോൾ അതിങ്ങനെ അഴിഞ്ഞു പോവോ, അവിടെ കാണോ ഇവിടെ കാണോ എന്നൊക്കെ ഒരു പേടിയാണ്. അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ പിന്നൊക്കെ കറക്റ്റ് ആയിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ സാരി ഉടുത്ത പോലെ ആ ഒരു ഭാഗത്ത് ഒതുങ്ങി കിടക്കും. അത് ഓൾറെഡി ഒന്ന് ഉടുത്ത് അങ്ങനെ അത് മടക്കി വെച്ചത് കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്യേണ്ടി വന്ന സാരിയാണ്. അപ്പൊ ഞാൻ ഓരോ ലെയറും ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നന്നായി പ്രസ് ചെയ്ത് ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് പരത്തിയിട്ട് വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നിങ്ങനെ പരന്ന രീതിയിലേക്ക് അയൺ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പതിഞ്ഞ് കിടക്കുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസിന്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതാ നമ്മൾ ആ ഒരു ചെസ്റ്റ് പോർഷനിലുള്ള ഭാഗമൊക്കെ അതുപോലെ ഒന്ന് പരത്തി അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ ആ മുന്താണിയും അതുപോലെ തന്നെ താഴത്തെ ഞെറി വരുന്ന ഭാഗം വരെ നമ്മളിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ പിന്ന് കുത്തി വെച്ചിരുന്നല്ലോ താഴത്തെ പ്ലേറ്റിന് വേണ്ടിയിട്ട്, ആ ഒരു ഭാഗം വരെ നമ്മൾ ഏകദേശം അതുപോലെ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പോർഷനിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഉള്ളിലേക്ക് കുത്തണ ആ ഒരു സാരിന്റെ പോർഷനിൽ നന്നായിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു പ്രാവശ്യം ഉടുത്തി അങ്ങനെ വെച്ചത് കൊണ്ട് നന്നായിട്ട് തന്നെ അയൺ ചെയ്യേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ടാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി താഴത്തെ പ്ലേറ്റിന്റെ പോർഷൻ അതുപോലെ ആ ഒരു പിന്നിന്റെ പോർഷനിൽ നമുക്ക് എടുക്കണ ആ ഒരു രീതിക്ക് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നായിട്ട് ഒപ്പം പിടിച്ചിട്ട് അയൺ ചെയ്യരുത്. ഒരു ഞെറിന്റെ മുകളിൽ ഒരു ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ ഒരു ഞെറി വെച്ചിട്ട് വേണം അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സാരിന്റെ താഴ്ഭാഗം കിടക്കാൻ നല്ലൊരു ഭംഗിയാണ്. പണ്ടൊക്കെ അമ്മമാർ ഉടുത്തു തരുമ്പോൾ ഒരു ഞെറിന്റെ മുകളിൽ ഒരു ഞെറി വെച്ചിട്ടായിരുന്നു, അതായത് ഒരു പ്ലീറ്റിന്റെ മുകളിൽ ഒരു പ്ലീറ്റ് വെച്ചിട്ട് അങ്ങനെ ആ പ്ലീറ്റുകൾ കാണില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് ആ ഒരു പ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്ത് കാണുമ്പോഴാണ് ഒരു ഭംഗി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ രണ്ട് സൈഡും പിൻ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു രണ്ട് പിന്നിലും വരുന്ന ഭാഗം വരെ നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഓരോ പ്ലീറ്റിലും ഗ്യാപ്പ് വിട്ടിട്ട് വേണം അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുകൾ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് ആ പ്ലീറ്റ് വെച്ച് കൊടുത്ത ശേഷം ആ പിന്നെടുത്തിട്ട് നമുക്ക് മൊത്തത്തിൽ ആ പ്ലീറ്റിലൊന്ന് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കണം.
നമ്മൾ ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒരു ഭാഗത്ത് മാത്രമാണ് പിൻ ചെയ്ത് കൊടുത്തത്. പ്ലേറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ അയൺ ചെയ്തിട്ട് നമുക്ക് ഓരോ ഭാഗത്തും ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത് ഉടുക്കുന്ന സമയത്ത് മാത്രം നിവർത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ ഉൾഭാഗത്ത് നമ്മൾ കുത്തി കൊടുക്കണം ആ പോർഷനിൽ നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് അതും കൂടി ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ചെറിയ ഒരു പ്ലേറ്റ് ആക്കി എടുത്താൽ മതി. ഒരു 2-3 പ്ലേറ്റ് ആക്കി അതിന്റെ മുകൾ ഭാഗത്ത്, അത് ഉള്ളിലേക്ക് പോണ പോർഷൻ ആണല്ലോ, എന്നാലും അതിന്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് ഞാൻ മടക്കൊക്കെ ഒന്ന് നിവരാൻ വേണ്ടിയിട്ട് അയൺ ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ലൈറ്റിന് വേണ്ടിയിട്ട് സാരി ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉൾഭാഗത്ത് കുത്തി കൊടുക്കുന്ന പോർഷനും താഴത്തെ ഞെറിയെടുത്ത പോർഷനും കൂടി ഒപ്പം വെച്ച ശേഷം നമ്മൾ ആ ചെസ്റ്റിന്റെ പോർഷനിൽ പ്രീപ്ലീറ്റ് ചെയ്തിരുന്നല്ലോ, ആ ഭാഗം ഈ ഒരു രീതിക്ക് നമ്മൾ അതിന്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് മുന്തണീന്റെ ഭാഗം പിൻ ചെയ്ത് വെച്ച ഭാഗം വരെ നമ്മൾ ഇതങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഞെറി കറക്റ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഞെറി എടുക്കുന്ന സമയത്ത് എല്ലാതും കൂടി ഒന്ന് മടങ്ങി പോവും. അപ്പൊ അതാ ഈ ഒരു രീതിക്ക് ഉൾഭാഗത്ത് ഞെറി കറക്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മൾ ഈ ഒരു രീതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ താഴത്തേക്ക് ഞെറിയെടുത്ത ഭാഗം മുകളിലായിട്ടാണ് വരേണ്ടത്. എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ആ പല്ലുവിൻ്റെ പോർഷനും ജസ്റ്റ് ആ പിന്ന് ചെയ്ത ആ ഒരു പോർഷൻ വരെ ഇതുപോലെ ഇങ്ങനെ ഈ രീതിക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ആ ഒരു പല്ലു പോർഷന് ഫോൾഡ് ചെയ്യണതിന് മുമ്പ് ജസ്റ്റ് ഈ ഒരു രീതിക്ക് ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് പല്ലു പോർഷനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ തന്നെ കറക്റ്റ് ആ പല്ലുവിൻ്റെ ഷേപ്പ് ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക. അതുപോലെ താഴത്തെ ഞെറിയും അവിടെ ഉണ്ടാവും. ഇനി ഇത് ബാക്കിയുള്ള പോർഷന് നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ബാക്കിയുള്ള പല്ലുവിൻ്റെ പോർഷനും കൂടി ഇതുപോലെ ഇങ്ങനെ മടക്കി ഉള്ളിലേക്കൊന്ന് മടക്കി റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു സാരി ഫോൾഡ് ചെയ്ത് കിട്ടുക. അത് നമുക്കിങ്ങനെ ഒരു ബോക്സിലൊക്കെ ആക്കി അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അനങ്ങാണ്ട് ആ ഒരു ഉടുക്കണ സമയത്ത് എടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള പല്ലുവിന് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് മടക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു പിന്ന് ചെയ്ത് കൊടുത്താലും മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാരി ഡ്രേപ്പിങ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പ്ലീറ്റ് ചെയ്ത ആ ഒരു സാരീൻ്റെ ഫോട്ടോ ഫോണിൽ നിന്ന് മിസ്സായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുക എന്നൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക. അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്